നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപന ഭീതിയിൽ നിന്ന് മുക്തമായി വരുന്ന ലോകത്ത് ഭീതിയുടെ കരിനിഴൽ വീഴ്ത്തി കുരങ്ങുപനി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനോടകം 16 രാജ്യങ്ങളിൽ പടർന്ന കുരങ്ങുപനി പകർച്ചവ്യാധി തന്നെയെന്ന് ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ബ്രിട്ടനിൽ കഴിഞ്ഞ ദിവസം 37 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ കുരങ്ങുപനി ബാധിച്ചവരുടെ എണ്ണം 71ആയി ഉയർന്നിട്ടുണ്ട്. എന്നു മാത്രമല്ല, ഗൾഫ് രാഷ്ട്രങ്ങളിൽ UAEയിലും സ്ഥിരീകരിച്ചതോടെ എങ്ങും ജാഗ്രതാ നിർദ്ദേശമാണ് നൽകുന്നത്. അതേസമയം കുരങ്ങുപനി ആരുടെയും മരണത്തിന് കാരണമായിട്ടില്ലെങ്കിലും രോഗവ്യാപനത്തിന്റെ തോത് ആശങ്ക ഉളവാക്കുന്നതാണ്. ശരീരഭാഗങ്ങളിൽ ചിക്കൻ ബോക്സിന് സമാനമായ രീതിയിൽ ചെറിയ കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നതാണ് പ്രധാന ലക്ഷണം. ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾ ഇതിന് ഫലപ്രദമായതിനാൽ ഈ രോഗത്തെ അധികം പേടിക്കേണ്ടതില്ല. എങ്കിലും കോവിഡിന്റെ പേടി വിട്ടുമാറാത്ത ലോകത്ത് പുതിയൊരു പകർച്ചവ്യാധിയുടെ സാന്നിധ്യം നൽകുന്ന ആശങ്കകൾ ചെറുതല്ല. നിലവിൽ രോഗികളുമായി സമ്പർക്കത്തിലായ ബ്രിട്ടനിലെ NHS ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരോട് 21 ദിവസത്തെ ക്വാറന്റീനിൽ പോകാനാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. സാധാരണ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന കുരങ്ങുപനി പല യൂറോപ്യൻ രാജ്യങ്ങളിലും പടർന്നു പിടിച്ചതിന്റെ കാരണം അന്വേഷിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ. കുരങ്ങുപനിയെ തടയാൻ കഴിയുമെങ്കിലും നിലവിലെ രീതിയിൽ വ്യാപനം തുടർന്നാൽ യൂറോപ്പിനെ ബാധിക്കുന്ന മറ്റൊരു മഹാവ്യാധിയായി ഇത് മാറിയേക്കാമെന്ന മുന്നറിയിപ്പ് ലോകാരോഗ്യ സംഘടന നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നേരിടാനുള്ള ശക്തമായ തയ്യാറെടുപ്പിലാണ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ.